ശരീരഭാരവും സ്ത്രീകളുടെ പ്രസവം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് പ്രസവിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഐഡിയലായ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു BMI 18 മുതൽ 22.5 അല്ലെങ്കിൽ 24.5 വരെയുള്ള ഒരു BMI ആണ് നമ്മുടെ നോർമൽ BMI. ഒരുപാട് തടി കൂടുമ്പം അതായത് ഗർഭിണിയാവാനുള്ള കൺസീവ് ചെയ്യാനുള്ള സാധ്യത കുറയുക, PCODൻ്റെ സാധ്യത കൂടും, അപ്പോൾ പ്രസവിക്കാനുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും, ഗർഭിണിയാവാനുള്ള സാധ്യത കുറയും. ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് വെയിറ്റ് കുറഞ്ഞാൽ ഇപ്പോൾ 18 താഴെ വന്നു കഴിഞ്ഞാലും ആളുകൾക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത കുറയുക, ലെപ്റ്റിൻ മുതലായ ഹോർമോണുകളൊക്കെ കുറയുക ചെയ്യുക. അപ്പോൾ മെൻസസ് അമനോറിയ എന്നൊക്കെ പറയും, മെൻസസ് ഉണ്ടാവാതിട്ടുള്ള അവസ്ഥ, ആ രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഐഡിയൽ ബോഡി വെയ്റ്റിൽ പ്രസവത്തിന് മുന്നേ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും വലിയ BMIയിൽ അല്ലെങ്കിൽ വലിയ ഭാരത്തിൽ ഗർഭിണിയാവുന്ന സ്ത്രീകൾക്ക് പിന്നീടും വെയിറ്റ് ഗെയിൻ, നമ്മളൊരു 11 മുതൽ 16 സെൻറ്റിമീറ്റർ വരെ വെയിറ്റ് ഗെയിൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഗർഭകാലത്ത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി പല കോംപ്ലിക്കേഷൻസും, ഗർഭിണികൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ്, പ്രമേഹം, അതുപോലെ അവർക്ക് പ്രീ എക്ലാംഷ്യ, ഹൈപ്പർ ടെൻഷൻ പ്രഗ്നൻസിയിലെ ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്ന അവസ്ഥ, ഈ രീതിയിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള കോംപ്ലിക്കേഷൻ, ഇപ്പോൾ GDM അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പല കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ജനിച്ചതിന് ശേഷം ഷുഗർ കുറയുക, കാൽഷ്യം കുറയുക, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. കുട്ടികളുടെ വലിപ്പം കൂടാനുള്ള സാധ്യതയുണ്ട് ഗർഭാവസ്ഥയിൽ. അപ്പം ഒവേർട്ട് ഡയബറ്റീസ് ആണെങ്കിൽ കുട്ടികൾക്ക് IUGR, വലിപ്പം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗർഭിണി ആവുന്നതിന് മുന്നേ തന്നെ വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം ഒരുപാട് വെയിറ്റുള്ള ആളുകൾ, ഇപ്പോൾ BMI 30 മുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് GLP-1 അനലോഗുകളായിട്ടുള്ള വെഗോവി, മൂഞ്ചാരോ ഒക്കെ എടുത്ത് വെയിറ്റ് കുറച്ച് ഒരു ഒപ്റ്റിമൽ വെയിറ്റിൽ എത്തിച്ചതിന് ശേഷം മാത്രം പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതാണ് എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഡയറ്റും എക്സസൈസും എപ്പോഴും ശ്രദ്ധിക്കുക. അതിന് അഡ്ജങ്ക്റ്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ ഇത്തരം മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. താങ്ക് യു. Stay healthy. Follow for more.